ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരി, അതേ അളവിൽ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് തേങ്ങ ചിരവിയത്, 2 പഴം, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ച് വെക്കണം. ഏലക്കായുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 2 ഏലക്കായ വരെ അതിലേക്ക് ചേർക്കാട്ടാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചരിയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അത് പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു കല എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാദ്യം തിളയ്ക്കാനായിട്ട് വെക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ. നല്ലോണം നമ്മൾ കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് വേവ് ചെക്ക് ചെയ്യണം കേട്ടോ. നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് ഇടിച്ച ശർക്കരയാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുക്കിയിട്ട് ശർക്കര ഉരുക്കിയിട്ട് ആ പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മാത്രമേ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ചേർക്കുന്നുള്ളൂ. കാരണം നല്ലോണം മധുരം ഉണ്ടായിരുന്നു ഈ ശർക്കരയ്ക്ക്. അതുകൊണ്ട് പിന്നെ ആ പഞ്ചസാര ഞാൻ ഫുള്ളായിട്ട് ചേർത്തില്ല. അപ്പോൾ ഏലക്കയുടെ ഭാഗമാണ് ചേർത്തത്. അതിലേക്ക് പിന്നീട് നെയ്യും 3/4 കപ്പ് ചിരവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് ഒരു അടച്ചു വെച്ചിട്ട് തേങ്ങ വേവുന്ന വരെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, കറുത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് നമ്മുടെ പായസത്തിന് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, കദളിപ്പഴമോ അല്ലെങ്കിൽ പൂവമ്പഴമോ ചേർത്ത് കൊടുക്കട്ടെ. അതായത് മധുരമുള്ള പഴം ചേർത്ത് കൊടുക്കുക, പുളിയുള്ളത് ചേർക്കരുത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കാല പായസം റെഡിയായിട്ടാം. പിന്നെ നമ്മൾ വേവിക്കൊന്നും വേണ്ട, തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.